നമസ്കാരം. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾക്കിടയിലും UDF മുന്നണിക്കുള്ളിലും വിവാദം പുകയുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ നികുതി പരിഷ്കാരം എക്സൈസ് മന്ത്രി M. ലിജു മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നയപരമായ ഇത്തരം മാറ്റങ്ങൾ സാധാരണയായി എക്സൈസ് വകുപ്പാണ് തയ്യാറാക്കേണ്ടത് എന്നതിനാൽ വിഷയം ഭരണകക്ഷിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. വിവാദം കടുത്തതോടെ വിഷയത്തിൽ പ്രതികരണവുമായി എക്സൈസ് മന്ത്രി M. ലിജു നേരിട്ട് രംഗത്ത് വന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ നയപരമായ യാതൊരു തീരുമാനവും എക്സൈസ് വകുപ്പ് എടുത്തിട്ടില്ലെന്നും ഇത്തരം മദ്യങ്ങൾ വിൽക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശസ്തമായ ജവാൻ മദ്യത്തിന്റെ ഉൽപാദനം കുറഞ്ഞത് കെടുകാര്യസ്ഥതയുടെ ഫലമാണെന്നും ഇതിൽ ട്രാവൻകൂർ ഷുഗേഴ്സിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുപ്പികളുടെ കുറവാണ് ജവാൻ ഉൽപാദനം തടസ്സപ്പെടാൻ പ്രധാന കാരണം. ഈ വിവരം കമ്പനി അധികൃതർ സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ജവാൻ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് 17 കോടി രൂപ ചെലവിട്ട് പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ച മിന്നൽ മാജിക് എന്ന പുതിയ ബ്രാൻഡ് നിർമ്മിക്കണമോ എന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നും എക്സൈസ് മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ LDF സർക്കാർ വിദേശമദ്യ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ നികുതി ഘടന കൃത്യമായി നിർവചിച്ചത്. ആൽക്കഹോളിന്റെ അളവ് അടിസ്ഥാനമാക്കി ഇതിനെ രണ്ടായി തിരിച്ചാണ് നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. 0.5% മുതൽ 10% വരെ വീര്യമുള്ളവയ്ക്ക് 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175%വുമാണ് ബജറ്റിലെ വിൽപ്പന നികുതി. സംസ്ഥാനത്ത് നിലവിലുള്ള ബിയർ എന്നിവയുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്താതെ പൂർണ്ണമായും പുതിയൊരു വിഭാഗമായാണ് വീര്യം കുറഞ്ഞ മദ്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നുവെങ്കിലും കൃത്യമായ നികുതി എത്രയെന്ന് നിശ്ചയിക്കാത്തതിനാൽ പ്രമുഖ കമ്പനികളൊന്നും ഈ വിഭാഗത്തിലുള്ള മദ്യം കേരളത്തിൽ ഇറക്കിയിരുന്നില്ല. പുതിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ജനപ്രീതിയുള്ള റെഡി ടു ഡ്രിങ്ക് ബിവറേജസുകളും പഴങ്ങളുടെ രുചിയുള്ള ലൈറ്റ് ഡ്രിങ്കുകളും ബെപ്കോ വഴി കേരള വിപണിയിലെത്താൻ വലിയ ബിസിനസ് സാധ്യതയാണ് തുറക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഖജനാവിലേക്ക് കൂടുതൽ വരുമാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനവകുപ്പ് ഈ നികുതി പരിഷ്കാരം കൊണ്ടുവന്നത്. സാധാരണ മദ്യത്തിന് 251% നികുതിയുള്ള സ്ഥാനത്ത് പുതിയ വിഭാഗത്തിന് കുറഞ്ഞ നികുതി നിശ്ചയിച്ചത് പുതിയ നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും ആകർഷിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. മുൻ LDF സർക്കാർ കാർഷിക വിളകളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ചെറുകിട വ്യവസായങ്ങളിലൂടെ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും എന്നാൽ UDF സർക്കാർ കാർഷിക ഇളവുകളുടെ മറവിൽ വൻകിട സ്വകാര്യ മദ്യ കമ്പനികളെ സഹായിക്കാനാണ് ഈ നികുതി കുറയ്ക്കലിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.